Capacitance of a parallel plate capacitor. Capacitance കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. C is equal to Q by V. ഇനി Qവിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. Q is equal to A സിഗ്മ. A എന്ന് പറയുന്നത് ഏരിയയാണ്, സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി. അതുപോലെ തന്നെ വിയുടെ വാല്യൂ നമുക്കറിയാം, V is equal to E into D നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ C is equal to A sigma divided by ED എന്ന് കൊടുത്തു. ഇയുടെ വാല്യൂ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഇയുടെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിഗ്മ ബൈ എപ്സിലോൺ 0 ഗോസ് തിയറത്തിൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷനിൽ. അപ്പോൾ അതിൽ സിഗ്മ സിഗ്മ ക്യാൻസൽ ചെയ്യും, എപ്സിലോൺ 0 നേരെ മുകളിലേക്ക് വന്നു, നമുക്ക് എപ്സിലോൺ 0 A by D കിട്ടി. അപ്പോൾ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററുടെ ഫോർമുല C is equal to എപ്സിലോൺ 0 A by D. പിന്നെ ഡൈഇലക്ട്രിക് മീഡിയം, ഒരു ഡൈഇലക്ട്രിക് മീഡിയം ആ പ്ലേറ്റുകൾക്കിടയിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ C is equal to എപ്സിലോൺ 0 എപ്സിലോൺ R A by D. ഒരു ടേം എപ്സിലോൺ R കൂടി വരും, അതായത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് എപ്സിലോൺ R എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എഫക്റ്റ് ഓഫ് ഡൈഇലക്ട്രിക് ഓൺ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൻ്റെ ഇടയിലായിട്ട് ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്ററിനെയാണ് ഡൈഇലക്ട്രിക് എന്ന് പറയുന്നത്. എന്താണ് എഫക്റ്റ് നോക്കാം. ഒന്നാമത്തെ എഫക്റ്റ്, ഇറ്റ് ഇൻക്രീസസ് കപ്പാസിറ്റൻസ് ബൈ എ ഫാക്ടർ എപ്സിലോൺ R or K. അപ്പോൾ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എത്രയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? എപ്സിലോൺ R ടൈംസ് അല്ലെങ്കിൽ K ടൈംസ് ഇൻക്രീസ് ചെയ്യും. എപ്സിലോൺ R അല്ലെങ്കിൽ K എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. രണ്ടാമത്തത്, ഇറ്റ് കീപ്സ് ദ ടു മെറ്റൽ പ്ലേറ്റ്സ് വെരി ക്ലോസ് വിത്തൗട്ട് ടച്ചിങ്. രണ്ട് മെറ്റൽ പ്ലേറ്റ്സിനും വളരെ അടുത്തായിട്ട് ടച്ച് ചെയ്യാതെ വെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇറ്റ് അവോയ്ഡ്സ് ഇലക്ട്രിക് ഡിസ്ചാർജ് ബിറ്റ്വീൻ പ്ലേറ്റ്സ്. ആ പ്ലേറ്റുകൾക്കിടയിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് ഇല്ലാതെ അത് സംരക്ഷിക്കും. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എ കണ്ടക്ടിങ് സ്ലാബ് ഓഫ് തിക്നെസ് T ഇൻട്രൊഡ്യൂസ്ഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. ഒരു കണ്ടക്ടിങ് സ്ലാബ് നമ്മൾ വെക്കുകയാണ് ആ പ്ലേറ്റുകൾക്കിടയിൽ, അതിൻ്റെ തിക്നെസ് T ആണെങ്കിൽ എന്തായിരിക്കും കപ്പാസിറ്റൻസ് നോക്കാം. C is equal to എപ്സിലോൺ 0 A ഡിവൈഡഡ് ബൈ D മൈനസ് T. നോർമൽ വാല്യൂ നമുക്കറിയാം, C is equal to എപ്സിലോൺ 0 A by D ആണ്. അഡീഷണൽ ആയിട്ട് ഡിനോമിനേറ്ററിൽ മൈനസ് T കൂടി വന്നു. വെൻ എ ഡൈഇലക്ട്രിക് സ്ലാബ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്, ഒരു ഡൈഇലക്ട്രിക് സ്ലാബ് ഹാവിംഗ് തിക്നെസ് T ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താവും നോക്കാം. C is equal to എപ്സിലോൺ 0 A divided by D minus T plus T by എപ്സിലോൺ R. ഒരു അഡീഷണൽ ആയിട്ട് T by എപ്സിലോൺ R കൂടി ഡിനോമിനേറ്ററിൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് ടു ചാർജസ്. രണ്ട് ചാർജുകളുടെ പൊട്ടൻഷ്യൽ എനർജി നോക്കാം. പൊട്ടൻഷ്യൽ എനർജി കാണാൻ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. V is equal to 1/4 pi epsilon 0 into Q by R എന്ന ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ രണ്ട് ചാർജ് ഉണ്ടായതുകൊണ്ട് ഒരു ചാർജിന് Q1 എന്ന് കൊടുക്കുന്നു, മറ്റേ ചാർജിന് Q2 എന്ന് കൊടുക്കുന്നു. അപ്പോൾ വിയുടെ വാല്യൂ പൊട്ടൻഷ്യൽ എനർജി is equal to 1/4 pi epsilon 0 Q1 Q2 by R എന്ന് നമുക്ക് ലഭിക്കും. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്താ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫിഗർ കൺസിഡർ ചെയ്യുന്നു. ആ ഫിഗറിൽ 3 കപ്പാസിറ്റേഴ്സ് ആണുള്ളത്. അതിൻ്റെ കപ്പാസിറ്റൻസ് C1 C2 C3. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പൊട്ടൻഷ്യൽ V ആയിട്ട് കണക്ട് ചെയ്യുന്നു. C1 അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ V1 ആണ്, C2വിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ V2 ആണ്, C3ക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ V3 ആണ്. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ V 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. സോ വി ക്യാൻ റൈറ്റ് V is equal to V1 plus V2 plus V3. ഇനി വിയുടെ വാല്യൂ Q by C ആണ്. അതുപോലെ തന്നെ V1ൻ്റെ വാല്യൂ Q by C1 ആണ്, V2വിൻ്റെ വാല്യൂ Q by C2 ആണ്, V3യുടെ വാല്യൂ Q by C3 ആണ്. ഇവിടെ ഇവ നമ്മൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാറ്റിലും ചാർജ് സെയിം ആയിരിക്കും. എല്ലാറ്റിൽ നിന്നും Q കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 1/C is equal to 1/C1 plus 1/C2 plus 1/C3. ഇനി n കപ്പാസിറ്റേഴ്സ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C' കാണാനുള്ള ഫോർമുല C' is equal to C by n. Effective capacitance when capacitors are connected in parallel.
പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് നോക്കാം. 3 കപ്പാസിറ്റേഴ്സ് C1, C2, C3 പാരലലായിട്ട് കണക്ട് ചെയ്യുന്നു ടു എ പൊട്ടൻഷ്യൽ V. ഇവിടെ ചാർജാണ് സ്പ്ലിറ്റ് ആവുന്നത്. ടോട്ടൽ ചാർജ് Q ആണ്. അത് Q1 C1 പാസ് ചെയ്യുന്നുണ്ട്, Q2 C2 പാസ് ചെയ്യുന്നുണ്ട്, Q3 C3 പാസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ Q is equal to Q1 plus Q2 plus Q3, CV is equal to C1V plus C2V plus C3V. എല്ലാറ്റിനും V പോയി കഴിഞ്ഞാൽ C is equal to C1 plus C2 plus C3. For n capacitors, C dash is equal to n into C. Energy of a capacitor. It is the work done in charging the capacitor. ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യുമ്പോൾ ചെയ്യപ്പെടുന്ന വർക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എനർജി. കണ്ടെത്താനുള്ള ഫോർമുല എനർജിക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. ഇൻ്റഗ്രൽ വി ഡി ക്യു. വിയുടെ വാല്യൂ നമ്മൾ പഠിച്ചു. വി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ സി ആണ്. അപ്പോൾ നമുക്കത് കിട്ടി ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യു. ഇൻ്റഗ്രൽ ക്യൂ ബൈ സി ഇൻറ്റു ഡി ക്യൂവിൻ്റെ വാല്യൂ ക്യൂ സ്ക്വയർ ബൈ ടു സി. അപ്പോൾ എനർജിയുടെ ഒരു ഫോർമുല കിട്ടി, ക്യൂ സ്ക്വയർ ബൈ 2c. ഇനി ക്യൂ ഈസ് ഈക്വൽ ടു സി വി എന്നറിയാം. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ ക്യൂ സ്ക്വയറിന് പകരം സി സ്ക്വയർ വി സ്ക്വയർ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന എനർജി ഈസ് ഈക്വൽ ടു സി സ്ക്വയർ വി സ്ക്വയർ ബൈ 2c. ഒരു സിയും സിയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ എനർജിയുടെ മറ്റൊരു ഫോർമുല കിട്ടി, ഹാഫ് സി വി സ്ക്വയർ. നമ്മൾ സിക്ക് പകരം ക്യൂ ബൈ വി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2 ഇൻറ്റു സിക്ക് പകരം ക്യൂ ബൈ വി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ക്യൂ ബൈ വി കൊടുക്കുമ്പോൾ വി ബൈ ക്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഇക്വേഷൻ കിട്ടി ഹാഫ് ക്യൂ വി. അപ്പോൾ എനർജിയുടെ മറ്റൊരു ഫോർമുല കിട്ടി, ഹാഫ് ക്യൂ വി. എനർജിക്ക് 3 ഫോർമുല കിട്ടി. ഇ ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 2c ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ വി. എനർജി ഡെൻസിറ്റി ഓഫ് എ കപ്പാസിറ്റർ. എനർജി ഡെൻസിറ്റി കാണാനുള്ള ഫോർമുല എനർജി ബൈ വോളിയാണ്. എനർജിയുടെ വാല്യൂ നമ്മൾ പഠിച്ചു ഇപ്പോൾ ഹാഫ് സി വി സ്ക്വയർ. വോളിയം എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ഡി ആണ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ, ഡി തിക്നെസ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് ഇ സി വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ ഡി. ഇനി സിയുടെ വാല്യൂ, കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ പഠിച്ചതാണ്. സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എ ബൈ ഡി. അപ്പോൾ സിക്ക് പകരം ഇക്വേഷനിൽ എപ്സിലോൺ 0 എ ബൈ ഡി കൊടുക്കുന്നു. അപ്പോൾ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ഹാഫ് എപ്സിലോൺ 0 എ ബൈ ഡി ഇൻറ്റു വി സ്ക്വയർ ബൈ എ ഡി. എയും എയും ക്യാൻസൽ ചെയ്യും, ഡിയും വരുമ്പോൾ ഡി സ്ക്വയർ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു വി സ്ക്വയർ ബൈ ഡി സ്ക്വയർ. വി സ്ക്വയർ ബൈ ഡി സ്ക്വയറിനെ നമുക്ക് ഇ സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മളെ എനർജി ഡെൻസിറ്റിയുടെ ഫോർമുല കിട്ടി ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. ഇറ്റ്സ് എ ഹൈ വോൾട്ടേജ് ജനറേറ്റർ. ഒരു ഹൈ വോൾട്ടേജ് ജനറേറ്ററാണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. അതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കാം. വെൻ എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് പ്ലേസ്ഡ് internally in contact with a hollow conductor, all of its charge is transferred to the hollow conductor irrespective of its own charge. ഒരു ചാർജ്ഡ് കണ്ടക്ടറിനെ ഒരു ഹോളോ കണ്ടക്ടറുമായിട്ട് ഇന്റേണലി കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ചാർജ്ഡ് കണ്ടക്ടറുടെ എല്ലാ ചാർജും ഹോളോ കണ്ടക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇറസ്പെക്റ്റീവ് ഓഫ് ദ ചാർജ് ഓഫ് ഹോളോ കണ്ടക്ടർ. ഹോളോ കണ്ടക്ടർക്ക് എത്ര ചാർജ് ഉണ്ടെങ്കിലും ശരി, ചാർജ്ഡ് കണ്ടക്ടറിലെ എല്ലാ ചാർജും ഹോളോ കണ്ടക്ടറിലേക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൻ്റെ ഫിഗറാണ് നമ്മൾ. ഫിഗറിൽ ആ വലുതായിട്ട് പ്ലസ് കൊടുത്തിരിക്കുന്നത് ഒരു ഹോളോ കണ്ടക്ടറാണ്. ഇന്റേണലി നമ്മളൊരു പുള്ളി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജിനെ സപ്ലൈ ചെയ്യുന്നു, ആ ഹോളോ കണ്ടക്ടർക്ക് കിട്ടുന്നുണ്ട്. വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൻ്റെ ഫിഗർ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. Non-polar dielectrics. In some dielectrics, in the absence of external electric field, the two centers of charges coincide and are called non-polar dielectrics. ചില ഡൈലക്ട്രിക്സിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ 2 സെൻറ്റേഴ്സ് ഓഫ് ചാർജസ്, അതായത് പോസിറ്റീവ് സെൻറ്റർ ഓഫ് ചാർജും നെഗറ്റീവ് സെൻറ്റർ ഓഫ് ചാർജും കോയിൻസൈഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, ഒന്നായിട്ടായിരിക്കുന്നത്. അത്തരം ഡൈലക്ട്രിക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ പോളാർ ഡൈലക്ട്രിക്സ്. എക്സാമ്പിൾ H2O2 N2 CO2 etc. പോളാർ ഡൈലക്ട്രിക്സ്.
In some dielectrics, in the absence of external electric field, the two centers of charges does not coincide and are called polar dielectrics. ചില ഡൈലക്ട്രിക്സിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ ടു സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് കോയിൻസൈഡ് ചെയ്യുന്നില്ല. അത്തരം ഡൈലക്ട്രിക്സിനെയാണ് പോളാർ ഡൈലക്ട്രിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ H2O, NH3, HCl, etc. What is electric polarization? When a non-polar dielectric is placed in an external electric field, the two centers of charges get slightly displaced and is called electric polarization. ഒരു നോൺ പോളാർ ഡൈലക്ട്രിക്കിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ രണ്ട് സെൻറ്റേഴ്സ് ഓഫ് ചാർജസ് സ്ലൈറ്റ് ആയിട്ട് ഡിസ്പ്ലേസ് ചെയ്യും. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് പോളറൈസേഷൻ. ബിഹേവിയർ ഓഫ് എ കണ്ടക്ടർ ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ്. ഒന്നാമത്തെ ബിഹേവിയർ, ചാർജ് റിസൈഡ്സ് ഓൺലി ഓൺ ദ സർഫസ് ഓഫ് ദി കണ്ടക്ടർ. ഒരു കണ്ടക്ടറുടെ സർഫസിൽ മാത്രമാണ് ചാർജ് ഉണ്ടാവുക. ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് ദി കണ്ടക്ടർ ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ആർ സീറോ. ആ കണ്ടക്ടറുടെ ഉൾഭാഗത്ത് ചാർജും ഇലക്ട്രിക് ഫീൽഡും സീറോ ആയിരിക്കും. ജസ്റ്റ് ഔട്ട്സൈഡ് ദ കണ്ടക്ടർ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ആ കണ്ടക്ടറിൻ്റെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കുക.